ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ പാടത്ത് വല ഇട്ടിട്ടുണ്ട്. വല എടുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ വലയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ ഈ വല എടുക്കാം. വല എടുക്കുന്നില്ല, പൊക്കി നോക്കുക, മീൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് തുടങ്ങാം. പതിവ് പോലെ തന്നെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇന്നും നോക്കുകയാണ്. വേണ്ട, ഫസ്റ്റ് ഒരു കാര്യമാണ്. ചത്തില്ല. കൊമ്പൊടിക്കട്ടെ. കൊമ്പൊടിച്ചില്ലെങ്കിൽ കൊമ്പൊടിച്ചു. മൊത്തം കയറി ഉടക്കിയിരിക്കുക. ഇതിന് കൊമ്പിന് പിന്നെ ഒരു വശത്തോട്ടാണ് ഇതിൻ്റെ അരം പോലെ നിൽക്കുന്നത്. അത് കയറുമ്പോൾ തിരിച്ച് നമ്മൾ ഊരുമ്പോൾ അത്രയും ഭാഗം കൊണ്ട്, അത്രയും ദശയും കൊണ്ടാണ് ഇങ്ങനെ പോരുന്നത്. ചെറിയ ജീവനേ ഉള്ളൂ. എന്താ ആമ നമുക്കിട്ട് പണിതിട്ടുണ്ട്. ഇനി ഇത് ഊരി എടുക്കാനാണ് നമുക്ക് ഉള്ള ബുദ്ധിമുട്ട്. എന്തുമാത്രം ആമയല്ലേ. കണ്ടത്തിലും കരയ്ക്കും ഒക്കെ ആയിട്ട് പോവും. കൊയ്ത്തിന്റെ സമയത്തും കാണും. കൊയ്ത്തിന്റെ സമയത്ത് നെല്ലിനിടെ കാണും. പിന്നെ ഈ പാടത്ത് വിഷമൊക്കെ അടിക്കുമ്പം ഇത് എങ്ങോട്ടെങ്കിലും ഒക്കെ പോവും. നല്ലൊരു കല്ലണാമുട്ടിയാണ്. ചത്തില്ല. 1-2 മണിക്കൂറൊക്കെ കരയ്ക്ക് കിടന്നുള്ളൂ അല്ലേ? കരയ്ക്ക് കിടക്കരുത്, അപ്പോൾ ഏറെ സമയം കിടക്കും. ഭയങ്കര വെയിലായിപ്പോയെങ്കിലേ ഇത് ചത്തു പോകത്തുള്ളൂ. ഇത് ഒരു ചെമ്പല്ലിയ. നമുക്കിവിടെ ഒരു മുഴുത്ത മുതുക്കില കിട്ടിയിട്ടുണ്ട്. ഇത് ഒത്തിരി ഉണ്ട്. ഇതുണ്ടോ, എല്ലാം മുഴുത്തതാ. വല കിട്ടി, ഇത്തിരി മുഴുത്തത് കിട്ടും. ഇതിൻ്റെ വായുടെ വലിപ്പം കാണണം. ഇത് മീനെയാണ് തിന്നുന്നത്. വേണ്ട, ചെറിയ മീനെയാണ് തിന്നുന്നത്. ഉറക്കം തൂങ്ങി അനങ്ങാതെ ഇങ്ങനെ നിന്നിട്ട് മീൻ വരുമ്പോൾ ഒരൊറ്റ പിടുത്തമാണ്. വീണ്ടും നമുക്കൊരു കല്ലടാമുട്ടിയുടെ വന്ന് ഇതിനുണ്ട്. ചത്തുപോയി. ഒരു തൂളിയാ. പക്ഷെ വല ഉടക്കിയിരിക്കുക. വല പൊക്കിയെടുക്കാനൊക്കത്തില്ല. കണ്ടോ, ഇവിടെ ഒരു കല്ലടാമുട്ടിയാണ് ഉടക്കിയിരിക്കുന്നത്. മുഴുത്ത കല്ലടാമുട്ടി. വല മുഴുവൻ ഉടക്ക. ഇത് മൊത്തം ഉടക്കായിട്ട് കിടക്കുക. കേട്ടോ, ഇതിൻ്റെ വലിപ്പം കണ്ടോ. ഇതെങ്ങനെയൊക്കെയാണ് ഉടക്കിയിരിക്കുന്നത് ഒരു പിടിയില്ല. ജീവനുണ്ട്. ഒരു കണക്കിന് ഞാനത് ഊരിയെടുക്കുക. കുറെ ഭാഗത്തത് കയറി ഉടക്കി. കാറ്റടിക്കാൻ തുടങ്ങി. തൂളിയ, മുഴുത്ത തൂളിയ. ക്ലിയർ ആകത്തില്ല. പടിക്കടിയിലിട്ടിട്ട് നമുക്കൊരു കല്ലടാമുട്ടിയുടെ ഇവിടെ വന്നിട്ടുണ്ട്. അതിനെ കൊണ്ടെടുക്കാം. നമ്മുടെ കൂട്ടുകാരൻ ചൂണ്ടയിടുന്നുണ്ട് അവിടെ. നമുക്കതൊന്ന് കാണാം. ഇപ്പം കൂടി ചെല്ലുമ്പം അനങ്ങായിരിക്കും. അതടിച്ചോ? ഇപ്പം ഞങ്ങൾ വരുമ്പോൾ അനങ്ങും. അതിന് മുന്നേ പിടിച്ചു. ഞങ്ങൾ വരുമ്പോൾ അനങ്ങും. ഒരു കല്ലടാമുട്ടിയുണ്ട്. അത് ആമ കടിച്ച് തീർത്ത്. ഇവിടെ ഒരു കല്ലടാമുട്ടിയുണ്ട്.
ഞാൻ വിചാരിച്ചത് ചത്തുപോയിരുന്നു. നമ്മുടെ ഈ ഭാഗത്തെ വല തീർന്നു. വലയുടെ ലക്ഷണമാണിത്. നമ്മളെ ചൂണ്ടയിടുന്ന ഭാഗത്തോട്ട് ചെന്നാൽ അവിടെ വരാൽ വെട്ടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളങ്ങോട്ട് ചെന്നാൽ അവിടെ അനങ്ങി പോകത്തില്ല. ഞങ്ങൾ പോവാ. നമ്മൾ ഇതുവഴി തന്നെ അങ്ങോട്ട് പോവുക. ഈ വലയിൽ പിടിച്ച് ചെമ്പല്ലിയാണ് ആദ്യത്തെ. ചെമ്പല്ലി ഉള്ളു, മറ്റു മീനൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒരു മീനുണ്ട്. ഇത് വരാല. ഇതാദ്യം എടുക്കുക. അത് ശല്യം, അതിനെക്കാട്ടി ശല്യം, വരാലിനെക്കാട്ടി കൂടുതൽ ശല്യം ഇവൻ. ഇവനെ നമുക്ക് ആദ്യം എടുക്കാം. ഓ, ഇങ്ങോട്ട് മാറി കിടക്കും. ഓ, ഈ വരാല് ചെറിയ വരാലാണേലും അതിന് നമുക്കിപ്പോൾ ഒന്നും കിട്ടാതെ വരുമ്പോൾ കളയാൻ ഒക്കുമോ ചാക്കിനകത്ത്? അതെ, പാടം നടത്തി ഇനിയിപ്പോൾ പറ്റായി. ഇനിയിപ്പോൾ എന്നാ മീനുണ്ടെന്ന് പറഞ്ഞാലും രക്ഷപ്പെടുത്തില്ല. കാറ്റടിക്കുന്നത് കൊണ്ടൊരു ചെറിയ വിഷയമുണ്ട്. വല നമ്മൾ വിചാരിക്കുന്ന രീതി തുഴ പോകുന്നു. ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് 2 ചെമ്പല്ലിയായി. കല്ലടാമുട്ടിയായിരുന്നു. രണ്ടും ചത്തിട്ടില്ല. അതെങ്ങനെയൊക്കെയാണ് കയറിയിരിക്കുന്നത്. ഊരിയെടുത്ത് മുടക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. ഇവിടെ ഒരു കല്ലടാമുട്ടി ചത്തില്ല. നോക്കട്ടെ, നമുക്ക് നേരായ വഴിയിൽ എടുക്കാവൂന്ന് നോക്കട്ടെ. ഒന്ന് അത് നമ്മൾ ഊരിയെടുത്ത്. ഇവിടെ നടക്കിയിരിക്കുന്ന കാര്യ കൊമ്പടിച്ച് ഇവിടെ മുഴുത്ത കല്ലടാമുട്ടിയ. കല്ലടാമുട്ടി, കൈതക്കോര, വേണ്ട ഇതിന് ഒത്തിരി പേരാണ്. ഇതൊരു ചെറിയ വരാല, ചത്തുപോയി. ഇങ്ങനെ വരാം. ഇവിടെ ഇതൊരു കാര്യ ചത്തുപോയി. എവിടെയുണ്ടൊരു കല്ലടാമുട്ടി. ഇങ്ങനെ ഊരായത്. അതായത് ഈ വലയെല്ലാം നാശമായി. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല. ഒരു വരാല ജീവനുണ്ട്, പക്ഷെ അതിൻ്റെ വാല് കണ്ടോ, ആമ കടിച്ചു തിന്ന്. നമ്മൾ വല മൊത്തം പൊക്കി നോക്കി. ഇന്ന് കിട്ടിയ മീനാണിത്. കൂടുതലും നമുക്ക് കിട്ടിയിരിക്കുന്നത് കല്ലടാമുട്ടിയാണ്. കല്ലടാമുട്ടിയല്ല, അഥവാ കൈതക്കോര, ചെമ്പല്ലി, ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. 1-2 വരാലും 3-4 കാരിയും 1-2 തൂളിയൊക്കെ ഉള്ളു ഇന്ന്. മീൻ ഇന്ന് തീരെ കുറവാണ്. എന്നാലും ഈ സാധനം കല്ലടാമുട്ടി എല്ലാം മുഴുത്ത കല്ലടാമുട്ടിയാണ്. ഇതാണ് ഇന്നത്തെ നമുക്ക് കിട്ടിയ മീൻ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഇന്നത്തെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല കാഴ്ചയായിട്ട് വീണ്ടും വരാം.
നമ്മൾ ബക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ബക്കറ്റ് റാക്കിനകത്തിട്ട് അതെടുത്ത് കുറഞ്ഞിടാൻ പോകും. ഇതെല്ലാം ഉടക്കി ഉടക്കി കിടക്കും. ഏതായാലും ഇന്നത്തെ കല്ലടാമുട്ടി എല്ലാം എന്തേ ഉണ്ടോ, അടിപൊളി കല്ലടാമുട്ടി. ഇത് നാടൻ കല്ലടാമുട്ടിയാണ്. അനാവശ്യമൊന്നും കിട്ടിയില്ല. ഇല്ല ഇല്ല ഒന്നുമില്ല. ഇത് കണ്ടോ, ഇത് നാടൻ കല്ലടാമുട്ടിയാണ്. ഇത് കിടക്കുന്നതല്ല. എല്ലാം നാടനാണ്. അനാവശ്യമൊന്നുമില്ല. വളർത്തുന്നൊന്നുമില്ല. വളർത്തുന്ന മീനേ ഇല്ല. ആറ്റിയമ്പല്ല് സാധനങ്ങളുണ്ടോ? ഓക്കെ.